ഹലോ എവരി വൺ. വേനലൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെയാണ് മാറ്റം സംഭവിച്ചിരിക്കുന്നത് നോക്കാം. ഞാനാണെങ്കിൽ ഒരു എക്ലെയർ മിഠായി കഴിച്ചുകൊണ്ടാണ് കേട്ടോ അതൊക്കെ പറയുന്നത്. എന്താ പറയുക, ഭയങ്കരമായിട്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും മാറ്റങ്ങൾ ഏറെയാണ്. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഈ ഒരു ചെടിയിൽ ഭയങ്കരമായിട്ട് പിങ്ക് പൂക്കളൊക്കെ ഉണ്ടാവുമായിരുന്നു. ഇപ്പോൾ അതൊന്നും ഉണ്ടാവുന്നില്ല. പിന്നെ ഈ വെള്ളപ്പൂവ് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ചെണ്ടുമല്ലി ഭയങ്കരമായിട്ട് വാടിപ്പോയിട്ടുണ്ട്. ഞാൻ ഭയങ്കരം എന്ന് പറയണമെങ്കിൽ അത്ര സങ്കടമാണ് കേട്ടോ. ഞാനാണ് എല്ലാ ദിവസവും വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാറ്. പക്ഷേ നമുക്കും വേനൽ സഹിക്കാൻ പറ്റുന്നില്ല, അവർക്കും വേനൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നതിൻ്റെ തെളിവാണത്. ഇതെൻ്റെ അച്ഛമ്മയുടെ വീട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. ഇതിൻ്റെ പേര് മുളക് ചെമ്പരത്തി എന്നാണ്. നിങ്ങളുടെ നാട്ടിലെ ഇതിൻ്റെ പേരെന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിലൊക്കെ നല്ല പൂവുണ്ടായിരുന്നതാണ്, അതൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് കരിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. ഞാനൊക്കെ ഇതിന് സ്ഥിരമായിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് കേട്ടോ. പക്ഷെ എങ്ങനെയാണിത് കരിഞ്ഞു പോകുന്നത് എന്നെനിക്കറിയില്ല. പിന്നെ എന്താ പറയുക, ഇപ്പോൾ പണ്ട് മുല്ലയിൽ അധികം പൂക്കളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ കുറച്ച് പൂക്കളെങ്കിലും വരുന്നുണ്ട്. ഞാൻ പണ്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ ചോദിക്കുമായിരുന്നു ഈ മഞ്ഞപ്പൂവിൻ്റെ പേരെന്താണ്. അതിൻ്റെ ചെടിയാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് വെട്ടി കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ കട. ഇനിയും ഉണ്ടാവും കേട്ടോ അതിൽ പൂവ് ഉണ്ടാവുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ഇടാം. അത് സാധാരണ ഓണ സമയത്താണ് ഉണ്ടാവാറ്. ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ട വഴുതനങ്ങയുടെ. ഇത് ഒരു വഴുതനങ്ങ 3 വഴുതനങ്ങ അവിടെ വെച്ചിട്ടുണ്ട്. അത് വിത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെന്താണ്, നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. നമ്മളിത് ക്രിസ്മസ് ട്രീ ആണെന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ്, പക്ഷേ അധികം ഗ്രോത്തൊന്നും ഉണ്ടാവുകയും ചെയ്തില്ല, അത് കരിഞ്ഞു പോവുകയും ചെയ്തു കേട്ടോ. പിന്നെ നമുക്ക് വേറെ വഴുതനങ്ങകളും ഉണ്ട്. അതും നമ്മൾ കുറച്ച് ഇപ്പം അതിലൊന്നും ഉണ്ടാവാത്തതുകൊണ്ട് നമ്മളതും വിത്തിന് വെച്ചിരിക്കുകയാണ്. പിന്നെ അത് നമ്മുടെ ഇരുമ്പാമ്പുളിയാണ് കേട്ടോ. ഇതിൽ കുറേ ഉണ്ടാവുന്നുണ്ട്, കൊലയായിട്ടാണ് തൂങ്ങുന്നത്. നമ്മൾ കുറച്ചൊക്കെ എടുത്ത് അച്ചാറിട്ട് വെച്ചു, എന്നാലും കുറച്ചുണ്ടായിരിക്കുകയാണ്. ഇത് നമ്മുടെ ചാമ്പങ്ങയാണ് കേട്ടോ. ഞാൻ കുറച്ച് നല്ല സീനറി ആയിക്കോട്ടെ എടുത്തിട്ട് മുകളിലേക്കൊക്കെ ക്യാമറ കൊണ്ടുപോയിട്ട് എടുത്തതാണ് കേട്ടോ. ഇത് നമ്മളവിടെ തേങ്ങ ഇട്ടിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കവിടെ കാണാം. പക്ഷേ ഇത്തവണ ഇളനീരൊന്നും അധികം കിട്ടിയില്ല. ഇതാണ് എൻ്റെ കിളിക്കൂട്. പണ്ടൊക്കെ 4-5 കിളികൾ ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഒരു എർലാടി പറഞ്ഞൊരു പക്ഷി അതിനെ കൊന്നു. ഇപ്പം ആകെ ഒരു കിളിയേ ഉള്ളൂ. ഇത് നമ്മുടെ 7 മണി 10 മണി അങ്ങനത്തെ കുറച്ച് പൂക്കളില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മുടെ കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ശരി, ടാറ്റ.